രാഷ്ട്രീയ വിവാദങ്ങളെ തുടർന്ന് പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്ന പാലസ്തീൻ അനുകൂലമായും കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വീണ്ടും അരങ്ങിലെത്തിച്ചു. നിറഞ്ഞ സദസ്സിൽ അവതരിപ്പിച്ച മൈമിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കലോത്സവ മാനുവൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് 6 വിദ്യാർത്ഥികളാണ് മൈം വീണ്ടും അവതരിപ്പിച്ചത്. ആദ്യം അവതരിപ്പിച്ച സമയത്ത് മൈമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കം വിവാദമാവുകയും അധികൃതർക്ക് ഇത് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തിരുന്നു. എന്നാൽ കലോത്സവ നിയമങ്ങൾ പാലിച്ച് വീണ്ടും അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചതോടെയാണ് വിദ്യാർത്ഥികളുടെ ഈ കലാപ്രകടനം നിറഞ്ഞ സദസ്സിൽ വീണ്ടും വേദിയിലെത്തിയത്. പരിപാടി അവതരിപ്പിക്കാനായി വേദിയിലേക്ക് വന്ന വിദ്യാർത്ഥികൾ അറബ് ശിരോവസ്ത്രം ധരിച്ചിരുന്നുവെങ്കിലും അവതരണം തുടങ്ങുന്നതിന് മുമ്പ് അത് ഒഴിവാക്കി. കലാപരിപാടികൾക്ക് രാഷ്ട്രീയം കലർത്തരുത് എന്ന നിർദ്ദേശം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി സ്വീകരിച്ചതെന്നാണ് സൂചന. രാഷ്ട്രീയപരമായ ചിഹ്നങ്ങളോ മുദ്രാവാക്യങ്ങളോ ഇല്ലാതെ അവതരിപ്പിച്ച മൈമിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. ഏതായാലും ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഇത് നടക്കുന്ന സമയത്ത് ഇവിടെ സംബന്ധിക്കാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇന്ന് കൃത്യമായിക്കൊണ്ട് ആ പരിപാടി വളരെ നല്ല രീതിയിൽ കുട്ടികൾ നടത്തിയിട്ടുണ്ട്. ഇതിനെ ആര് ചേർത്താലും ഞങ്ങൾ അത് എതിർക്കുക തന്നെ ചെയ്യും, അത് യാതൊരു സംശയവുമില്ല. ഞങ്ങൾ ആ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ച് തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നു. മൈം വീണ്ടും അവതരിപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് BJP യുവമോർച്ച പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. വിദ്യാർത്ഥികളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപിച്ചായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. നേരത്തെ സിന്ദൂർ സംഭവത്തെ ആസ്പദമാക്കി ഓണപ്പൂക്കളമിട്ട സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നുവെന്നും എന്നാൽ ഈ വിഷയത്തിൽ വ്യക്തമായ രാഷ്ട്രീയ ഉള്ളടക്കമുണ്ടായിട്ടും പോലീസ് മൗനം പാലിക്കുന്നുവെന്നും യുവമോർച്ച ആരോപിച്ചു. ഇത് ഇരട്ടത്താപ്പാണെന്നും നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.